ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ്, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ ഉണ്ട്, അത്യാവശ്യം മഴ ചെറുതായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ. എങ്കിലും നല്ല ചൂട് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഡേ മൈ ലൈഫാണ് കേട്ടോ. മുത്തൂനും മോനും ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഒന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഞാൻ കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് വീഡിയോ, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉണ്ണിയും കൊണ്ട്. ഞാൻ മിക്കവാറും എഡിറ്റ് ചെയ്യുന്നതിൽ അതിലൊക്കെ അവൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കരയും, പിന്നെ എടുത്തില്ലെങ്കിൽ കരയാൻ നിൽക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ണി ഇങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഡിലേ ആവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ രാവിലെ ഞാൻ അടുപ്പത്ത് കത്തിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ഗ്യാസിന് എല്ലായിടത്തും നല്ല ബുദ്ധിമുട്ടാണല്ലേ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊന്നും അടുപ്പത്ത് കത്തിക്കാത്ത ആളാണ്. എന്തെങ്കിലുമൊക്കെ അല്ല ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ കാച്ച അങ്ങനെ അത്ര കുറച്ചധികം നേരം ഇതാവുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ അടുപ്പത്ത് വെക്കാറുണ്ടാകുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാതും അടുപ്പത്ത് തന്നെ വെക്കുന്ന ഒരവസ്ഥയിൽ വന്നിരിക്കണം. ചോറ് വെക്കും, അതുപോലെ തന്നെ കുടുക്കയിൽ കറിയൊക്കെ വെക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ദോശ ഉണ്ടാക്കുക, അങ്ങനെ കുറേ എല്ലാവരും ഉണ്ടാകുമ്പോഴുള്ള ദോശ ഉണ്ടാക്കുക, അട ഉണ്ടാക്കുക, അങ്ങനത്തേക്കും വലിയ ചട്ടി വെച്ചിട്ട് അടുപ്പത്ത് കത്തിക്കുക കേട്ടോ. സത്യത്തിൽ ഇവിടെ വിറകില്ല, ഞങ്ങൾക്ക് വിറകിൻ്റെ പരിപാടി ഇല്ലല്ലോ ഇവിടെ. അപ്പം ഞാൻ എന്താ വെച്ചാൽ വാങ്ങിക്കോളൂ. അടുപ്പത്ത് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വിറക് മില്ലിൽ നിന്ന് വാങ്ങിക്കുക. അതിപ്പോൾ ഡെലിവറിയുടെ സമയത്ത് വാങ്ങിച്ചൊരു തരി ബാക്കിയുണ്ട്, അത് വെച്ചാട്ടോ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. കാരണം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മുത്തും ഡയറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ മുത്ത് ഒറ്റയ്ക്കാവുന്ന കാരണം അങ്ങനെ എടുക്കാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഉണ്ണിക്ക് സോളിഡ് സ്റ്റാർട്ട് ചെയ്യാത്ത കാരണമായിരുന്നു ഇത്രയും ദിവസം ലേറ്റ് ആയത്. ഇപ്പോൾ അവന് 7 മാസമായല്ലോ. അപ്പോൾ അവന് ഡയറ്റ് സോളിഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഡയറ്റ് എടുക്കാമെന്ന്, രണ്ടുപേരും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഓട്സ് വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഓട്സും ചിയ സീഡും തൈരും പാലും കൂടെ മിക്സ് ആക്കിയിട്ടിടും കേട്ടോ. ചിലപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. കാരണം മുത്ത് വർക്കുണ്ടാവും, മുത്ത് രാവിലെ പോകുമ്പോൾ അത് എടുത്ത് കഴിക്കും. ഒരെണ്ണം ഞാൻ പിന്നെ മുത്ത് പോയതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ 2 പാത്രത്തിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൽ ഫ്രൂട്ട്സും ഡേറ്റ്സൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അത് മിക്സ് ആക്കിയാൽ പിന്നെ കഴിക്കുമ്പോൾ ഒരു മാതിരി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിപ്പോൾ മുത്തിന് വർക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ 2 പേർക്ക് ആക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോന് അതിൽ എടുത്ത് കൈയിടാൻ വരും കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ടീസ്പൂണ് ആക്കി കൊടുത്തു. പക്ഷെ അവന് മൊത്തത്തിൽ ടീസ്പൂണല്ല മുക്കി, കൈ വെച്ചാൽ മുക്കിയത്. മുഖത്തും നീലൊക്കെ ആക്കിയിട്ട് ഈ പ്രായം നല്ല രസമല്ലേ. എന്തുണ്ടെങ്കിലും അവരതിൽ കൈയിട്ട് എടുക്കാനും ഒക്കെ വരും. കൈ കൊണ്ട് ഒറ്റ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ മൊത്തം താഴത്ത് കളയും. അങ്ങനെ അവൻ്റെ കളിയും ചീറ്റയൊക്കെ നോക്കിയിട്ട് കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു. നോർമലി എൻ്റെ വർക്കൊക്കെ 2 മണിക്കൊക്കെ കഴിയും, പണികളൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ മുത്തുള്ള ദിവസം അത് 4 മണി 5 മണിയാണ്. കാരണം ഇതേപോലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഇടയിലൊക്കെ ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചിട്ടും അങ്ങോട്ടൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇല്ലല്ലോ വർക്കിന് പോയാൽ പിന്നെ ഞാൻ കുട്ടീനെ നോക്കുക, വീട്ടിലെ ജോലി എങ്ങനെയായിട്ട് പോകണമല്ലേ. അപ്പോൾ വർക്കില്ലാത്തൊരു അവസരം കിട്ടുമ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ പറയാനും ചിരിക്കാനൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് നേരം എഴുകൂട്ടായിരുന്നു. കരിമുത്ത് നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. കിച്ചണിൽ എന്നെ മോനതാക്കാനായിട്ടും എല്ലാത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ടത്തെ അരി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഇട്ടിട്ട് മുകളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്ത് വെക്കുള്ളൂ കേട്ടോ. കാരണം അതാകുമ്പോൾ നമുക്ക് വിറകും ലാഭം എന്താ പറയുക, എളുപ്പത്തിൽ തിളച്ച് കിട്ടുകയും ചെയ്യും. കാരണം ആ ഫുള്ളായിട്ട് വെള്ളം തിളച്ച് വരുന്ന അത്രയും സമയം എടുക്കില്ല. ഇതിൽ പകുതി വെള്ളമായിട്ടുണ്ടെങ്കിൽ പകുതി വെള്ളമായി തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച വെള്ളം ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായി കുറച്ച് കഴിഞ്ഞ് തിളച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടായിട്ട് വന്ന് അതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ വിറകിനും ലാഭമാണ്, സമയം ലാഭമാണ്, പെട്ടെന്ന് തന്നെ തിളച്ച് വിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഓരോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. പച്ചക്കറി ആണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പെരുമ്പിലാവാണ് കേട്ടോ. അപ്പോൾ ഒരു പെരുമ്പിലാവാണ് ഞങ്ങൾ നോർമലി എന്ത് വാങ്ങാനും പെരുമ്പിലാവ് തന്നെ പോകാറുള്ളത്. ഞങ്ങൾക്കിവിടെ അടുത്ത് എന്തെങ്കിലും കിട്ടുന്ന കട തന്നെ പെരുമ്പിലാവ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഫാൽക്കൺ മാൾ കണ്ടപ്പോൾ അങ്ങോട്ട് പോകുന്നു മാത്രം. അപ്പോൾ മോനുണ്ടല്ലോ, അപ്പോൾ ഉണ്ണിനെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു.
അല്ലെങ്കിൽ കുട്ടീനെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ണിനെ എടുക്കാനായിട്ട് ഞാനങ്ങനെ പറഞ്ഞേക്കാൻ കേട്ടോ. മുത്ത് പോകുമ്പോൾ കൊണ്ടുപോകും, പക്ഷേ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ മോനുള്ള കാരണം പിന്നെ ഞാൻ ഉണ്ണിനെ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയ സമയത്ത് ഞാനിത് ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട്. കാരണം ഇവിടെ കുറച്ച് മുറ്റല്ലേ ഉള്ളൂ. ഈ സൈഡാണ് കുറച്ച് വെയിലുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ചെടികൾക്കൊക്കെ നന്നായിട്ട് മുകളിലും താഴത്തൊക്കെ ഫുള്ളായിട്ട് ഞാനെല്ലാം ചെടിയുടെ മുകളിലൊക്കെ നന്നായിട്ട് വെള്ളം നനക്കും. ശരിക്കും മഴ പെയ്തിട്ട് കിട്ടുന്നൊരു ഫീല് വേണം ചെടികൾക്ക് എന്നാണ്. അങ്ങനെയാകുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം പൂക്കുന്നതൊക്കെ ആണെങ്കിൽ പൂവിടുന്നുണ്ട്. അതുപോലെ മുളകും അങ്ങനെയുള്ള സംഭവമൊക്കെ നന്നായിട്ട് പൂവും കായൊക്കെ വരും. കാരണം നല്ല വെയിലും നല്ല വെള്ളം കിട്ടില്ല. നമുക്ക് അടക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചൂടത്ത് ഇവർക്കൊരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. അത്രയും ചൂടല്ല. അപ്പോൾ ഞാൻ താഴെയും ചെടി മുകളിലൊക്കെ നന്നായിട്ട് നനക്കും കേട്ടോ. അപ്പോൾ ഫുള്ള് പിന്നെ താഴത്ത് നനച്ചിടും. അപ്പോൾ ഞാൻ ചൂട് നമുക്ക് കണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പ് കിട്ടും. നോർമലി ഇവിടെ ഈ സിറ്റ് ഔട്ടിലാണ് ഒത്തിരി തണുപ്പുള്ളൂ, കാരണം ചെടികളും തേക്കിൻ്റെ മരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും 10 മണിക്ക് ശേഷം ഞാനൊന്ന് നനച്ചിടും. അപ്പോൾ നമുക്ക് ഉച്ച സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിക്കല്ല. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. സവാളൊക്കെ തൊലി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ വന്നാൽ പിന്നെ പണിയാവണ്ടല്ലോ. പിന്നെ കുട്ടിയില്ലാത്ത സമയം കൊണ്ട് വേഗം കഴിയുന്നതൊക്കെ ചെയ്ത് വെക്കാൻ നോക്കും. അങ്ങനെ തന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് തൊലി കളയാമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇഞ്ചി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഉള്ളൊക്കെ ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്. പിന്നെ ഇനി പൊളിച്ച് പറയണ്ടാന്ന് കേൾക്കാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം. കാരണം ഇഞ്ചിക്ക് വല്ലാണ്ട് ഇവിടെ ഉപയോഗമില്ല. അതുപോലെ വല്ല ഇറച്ചിയും ഒക്കെ വാങ്ങുമ്പോൾ മാത്രമേ ഇഞ്ചി അധികം ഉപയോഗിക്കുള്ളൂ. വെളുത്തുള്ളി പിന്നെ ഞാൻ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങും പരിപ്പും മാത്രം ഇട്ടിട്ട് ഞാൻ വേവിക്കും, പരിപ്പ് കറി പോലെ. അതിലൊക്കെ വെളുത്തുള്ളി തോന്നിച്ചിരുന്ന കാരണം ചുവന്നുള്ളിക്കും വെളുത്തുള്ളിക്കും ചിലവാണ്, ഇഞ്ചിക്ക് നല്ല ചിലവ് കുറവ് അവിടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളത് ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഇതൊക്കെ അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സവാളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തീരെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ കൂടെ ഉണ്ണിയുള്ളതുകൊണ്ട് അവൻ്റെ സൗണ്ട് ഉണ്ടാവും, കരച്ചിലുണ്ടാവും, അങ്ങനെയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കും. പിന്നെ നോക്കുമ്പോൾ കാണാം അവൻ്റെ സൗണ്ടും കരച്ചിലൊക്കെ. അപ്പോൾ അത് ഡിലീറ്റ് ആക്കും. അങ്ങനെ വെച്ചിട്ട് ഇതന്നെ ഇപ്പോൾ 5-8 പ്രാവശ്യമായിട്ടുണ്ടാവും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, പിന്നെ ഡിലീറ്റ് ആക്കുന്നത്. ഇതുവരെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇവനെ ഞാനൊന്ന് ഉറക്കിയ നേരം കൊണ്ടാണ് നൈസായിട്ട് ഞാൻ ഫോണൊന്നും എടുത്തത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതുവരെ എത്തുമ്പോഴത്തേനും എത്രയൊന്നും അവൻ ഉറങ്ങിയ സമയം നോക്കി വോയിസ് ഓവറിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോഴത്തേനും അവൻ എണീക്കുകയും ചെയ്ത്. പ്രത്യേകിച്ച് ഇന്ന് കറണ്ടും പോയി, അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയുടെ പോലെ കുറച്ച് ഉറങ്ങുള്ളൂ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുമ്പോഴത്തേനും മുത്ത് കടയിൽ പോയിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഐസ്ക്രീം വാങ്ങിച്ചിട്ട് 2 പേരും തിന്ന് എനിക്ക് കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് തർക്കിക്കുകയൊക്കെ ചെയ്തിട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്കും മെൽറ്റ് ആവുന്നു. ഇവിടെ അടുത്താണ് വരുമ്പിലാകും, പക്ഷേ അവർ കൊടുന്നില്ല, അത് വേണം പറയാനായിട്ട്. അങ്ങനെ അതൊക്കെ അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ ഇടുകയാണ്. ഇതൊരു വേറെ തരം കറി കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ മുളക് പൊടിയും ഇതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ നമ്മളിത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇപ്പോൾ ഇത് ഈ ഒരു പരിവാകുമ്പോഴത്തേനും ആയാലും നമുക്കിതുപോലെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. പക്ഷെ ഞാൻ ചിക്കൻ ഇട്ടിട്ട് ഇളക്കുമ്പോഴത്തേക്കും കണ്ടില്ല, എൻ്റെ പാത്രം അത്ര ചെറുതായിപ്പോയി. ചിക്കൻ കുറേ ഉണ്ട്, എടുത്ത് വെച്ചൊന്നുമില്ല, ഫുള്ളിട്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം, പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ തക്കാളി ഇതിലിടുന്നില്ല കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വേവിക്കുകയാണ്. ഇത് ഞാൻ വെന്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുടുക്കയിലേക്ക് മാറ്റിയിട്ടാണ്. കാരണം കുടുക്കയിൽ അത്രയും ഇളക്കാനുള്ള സ്ഥലം അതിലില്ല. പിന്നെ കുടുക്ക അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുമ്പോൾ കുറേ ഗ്യാസും പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ആക്കി കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിനുള്ളൊരു എരിവിന് ആവശ്യമുള്ള കുരുമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ കറിക്ക്. പിന്നെ ഒരു കളറില്ലാന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയുടെ പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കളറ് ഒന്ന് റെഡായി മാറി. കളർ ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതല്ലേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കുറുക്കത്ത് കിട്ടാൻ ആവശ്യമായിട്ട് കോൺഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കോൺഫ്ലവർ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മല്ലിയിലിടുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. സത്യത്തിൽ ഇത് നെയ്ച്ചോറിലേക്ക് വെറും ചോറാണ് വെച്ചിട്ടുണ്ട്. വെറും ചോറിലേക്ക് അത്ര ഇതില്ല കേട്ടോ. അവസാനം നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ വെച്ചെടുക്കുക. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കിട്ടും. അതിൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ മാത്രം മുകളിൽ വെച്ച് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ കണ്ട നല്ല അടിപൊളിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ അടിപൊളി കോമ്പോ ആണ് കേട്ടോ. എന്തായാലും ആരുണ്ടാക്കാത്തതുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കിച്ചണിൽ നിന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടാണ്. ചോറ് വെച്ചിട്ട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടാട്ടോ അങ്ങനെ ഒന്ന് ഉരച്ചെടുക്കണേ. അതല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പിന്നെ രാവിലെ കത്തിക്കാൻ പോകുമ്പോൾ ആ കച്ചറായിട്ട് കാണും, നമുക്കൊന്ന് ഇറിറ്റേഷൻ. എനിക്ക് നല്ല ക്ലീനായിട്ട് കിടന്നാൽ രാവിലെ തീ കത്തിക്കുമ്പോൾ ഒരു എന്തോ നല്ലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് സിംഗിളായും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ രാത്രി കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് ആയിരിക്കും ഞാൻ കൊണ്ടുവരിക. പിന്നെ മോനെ ലാസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് അവന് പാത്രം കഴുകി വെക്കും. പക്ഷേ അതിൻ്റെ കാണാൻ അങ്ങനെ ചെറിയ സോപ്പും പൊട്ട് അതൊക്കെ രാവിലെ ചെന്നാലേ അത് കാണുമ്പോൾ എന്തോ ഒരു ഇതാണ്. അപ്പം ഞാനങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതെന്താ വെച്ചാൽ സോപ്പ് പാത്രം തേച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് അവിടെ വെള്ളം ഒഴിക്കാത്ത ഇതാണ്. പിന്നെ ആൺകുട്ടികളല്ലേ, ആൺകുട്ടികളെയും എല്ലാം പഠിപ്പിക്കണമെന്നാണ് ശരിക്കും പറയുന്നത്. അവർ എത്ര പറഞ്ഞാലും ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ അടുക്കളയിൽ അപ്പോൾ ഞാനെല്ലാം ഒക്കെ കഴുകി ക്ലീനാക്കി ഇട്ടാൽ തന്നെ നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ക്ലീനിങ്ങിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സംഭവം എവിടെയെന്ന് വെച്ചാൽ വാഷ്റൂമാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, നമ്മൾ സിറ്റ് ഔട്ടും അല്ലെങ്കിൽ ഡൈനിങ് ഹാള് അങ്ങനെയുള്ള കിച്ചൺ അങ്ങനെയൊക്കെ സംഭവം ഓക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് വാഷ്റൂം എപ്പോഴും ക്ലീനായി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്നിനപ്പുറത്തേക്ക് ഞാൻ ക്ലീനാക്കാൻ പോകും. ഡെയിലി ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ ചുവപ്പ് കളർ പോലെയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. യെല്ലോ കളർ വരുമ്പോഴത്തേനും എനിക്കങ്ങോട്ട് വൃത്തിയാക്കണം. എന്നിട്ട് ഇവിടെ മുത്ത് പറയും കേട്ടോ, 4-5 ബാത്റൂമൊക്കെ ഉള്ള റൂമാണെന്നുണ്ടെങ്കിൽ നിന്നെ കാണാൻ ഞാൻ ബാത്റൂമിൽ വരേണ്ടി വരും എന്ന് പറയും. കാരണം നീ ഒരു ദിവസം മുഴുവൻ അതിനുള്ളിൽ തേച്ച് വൃത്തിയാക്കലാവും. അത്രയ്ക്ക് ഒരു ഭ്രാന്താണ് എനിക്ക് വാഷ്റൂം കഴുകാന്ന് പറഞ്ഞത്. എനിക്ക് തീരെ ഇഷ്ടമല്ല. ചെറിയ ആ വൈറ്റ് കളർ ടോപ്പും ഇതൊക്കെ ഉണ്ടാവില്ല നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ ക്ലോസറ്റിൻ്റെ ഒക്കെ, അതൊക്കെ ആ വൈറ്റ് കളർ തന്നെ ആയിട്ട് നിൽക്കണം. ഒരു ചെറിയൊരു കളർ വ്യത്യാസം എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വാഷ്റൂമിലേക്ക് ചെന്നാൽ കാണാം ഫുള്ളൊക്കെ ഡ്രൈ ആയിട്ട് നല്ല വൃത്തിയിൽ കിടക്കില്ല. അത് കാണുന്നതാണ് എനിക്ക് ക്ലീനിങ്ങിൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഉള്ളത് എനിക്ക് കിച്ചണാണ്. കിച്ചൺ ഇതുപോലെ നല്ല ക്ലീനായിട്ട് എടുക്കും. ബാക്കിയുള്ള ഏരിയ ഒന്നും എനിക്ക് വലിയ കാരണം അതെപ്പോഴും അങ്ങനെ വല്ലാണ്ട് അഴുക്കായി കിടക്കില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് സമയം കിടക്കുന്നുണ്ടാവുക. ഇവിടെയല്ല ഏറ്റവും കൂടുതൽ കച്ചറ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്നെ പോലത്തെ ആർക്കെങ്കിലുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പറയും ഇവിടെ പൊതുവായിട്ട് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളെ വൃത്തി അറിയണമെന്നുണ്ടെങ്കിൽ കിച്ചണിലും വാഷ്റൂമിലും പോയി നോക്കിയാൽ മതി. സിറ്റ് ഔട്ടും പുറം ഡൈനിങ് ഹാളൊന്നും കണ്ടിട്ട് നല്ല വൃത്തിയുള്ള വീട് എന്ന് പറയാൻ പറ്റില്ല. അത് ഓൾമോസ്റ്റ് എപ്പോഴും അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നതായിരിക്കും. ചില സൈഡിൽ ജനലും അവിടെ ഇവിടെയൊക്കെ പൊടി കാര്യങ്ങൾ അതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരെ വാഷ്റൂമിലും കിച്ചണിലും പോയി നോക്കിയാൽ അറിയാം ഒരു വീട്ടിലെ പെണ്ണുങ്ങളെ വൃത്തി. സത്യമല്ലേ പറയണത്? എനിക്ക് അങ്ങനെയാട്ടോ തോന്നാറുള്ളത്. ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകാൻ നോക്കും. ഇതുപോലെ തന്നെ നമുക്ക് ചാരമൊക്കെ ഇട്ടിട്ട് അലുമിനിയം പാത്രമൊക്കെ തേച്ച് കഴുകി കാണുന്നതും അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലിയറായിട്ട് അങ്ങനൊരു ക്ലീനിങ്ങിൻ്റെ ഒരു ഇതാണ് എനിക്ക്. ഇവർ അറിയും ഒസ്വാസാണ്, എനിക്ക് വൃത്തിയല്ല ഒസ്വാസാണെന്ന് പറയും. എന്താവട്ടെ, എൻ്റെ ഒരു ശീലം അതാണ്. അതുകൊണ്ട് തന്നെ മരണം വരെ അങ്ങനെ തന്നെ എത്തിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം തോന്നാറില്ല, ഒരു ടെൻഷൻ അല്ലാന്ന് ഫുഡ് ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ള ഇത് ഉണ്ട്. എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ള. പക്ഷെ ക്ലീൻ ആക്കാനോ ഒരു ദിവസം വൃത്തിയാക്കാണ്ട് സുഖമില്ലാതൊക്കെ ആയിട്ട് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ
എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം പോലും കിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാളെ എനിക്കിട്ട് എവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണം, എവിടെ തുടങ്ങും, ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരുമാതിരി ഇറിറ്റേഷൻ, ഒരു സമാധാനത്തിന് എനിക്ക് ഉറക്കം കിട്ടില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു വീഡിയോ എടുക്കണമെന്ന്, പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മറന്നു പോയതാണ്. പിന്നെ അങ്ങനെ ഞാൻ ഡ്രസ്സ് കഴുകാനും അങ്ങനെയുള്ള പണിയും ഒക്കെ ആയിട്ട് പോയിട്ടോ. പിന്നെ ഇത് അതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞാൻ കൊറിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നല്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. എനിക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കിതിൽ ഒരേപോലത്തെ ഐറ്റംസ് എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ആയി. പിന്നെ ഈ പയർ, ഗ്രീൻ പീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ, പരിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിലിടുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ പോലെ ചെള്ള് പാറ്റൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേഗം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അടിപൊളി സംഭവമാണ്. ഞാൻ നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ മേടിച്ചിട്ട് എനിക്ക് 200 സംതിങ് അതിന് റേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓൾറെഡി നല്ല സെയിൽ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഇത് പിന്നെ ഉണ്ണിക്ക് കായപ്പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇത് കട്ട് ചെയ്തിട്ട് ഇട്ടാണ് ഫാനിൻ്റെ ചോട്ടിലിടട്ടോ. കാരണം വൈകിട്ടാണിത് മെരിക്കണ്ട. പിന്നെ ക്യാബിനിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പകൽ ഫുഡൊക്കെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി പരത്തിയിട്ടാണ് കേട്ടോ. അതതിൻ്റെ ശേഷം ഞാൻ ഉണക്കി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ ഉണ്ണിക്കായ കാരണം പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മില്ലിലൊന്നും പോയിട്ട് പൊടിപ്പിച്ചില്ല കേട്ടോ. അതുപോലെ ഗ്രൈൻഡറിലിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. നമുക്കങ്ങനെ മിക്സ് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഇതുപോലെ ഗ്രൈൻഡറിലിട്ട് പൊടിപ്പിച്ചാൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ കുറേശ്ശേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മുന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോസ് കുറേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ചെക്കൻ കരയുന്ന കേട്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് അവസരം കൊടുക്കാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണേ. നെഗറ്റീവ് ആണെങ്കിൽ എഴുതി അറിയിച്ചോളൂ, സന്തോഷമുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.